ഹലോ ഗായ്സ്, വെൽക്കം ടു ചിന്നൂസ് വ്ളോഗ്സ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഉച്ചക്കൊരു അടിപൊളി പൊതിച്ചറൊക്കെ കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഒരു 3:30-4 മണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അടൽസേതു വഴിയാണ് നമ്മൾ പോയത്. അടിപൊളി വ്യൂ ആയിരുന്നു പുറത്തൊക്കെ. കുറേ സ്ട്രീറ്റിൽ താമസിക്കുന്നവരും റോഡ് സൈഡിൽ കച്ചവടക്കാരെയും ഒക്കെ കണ്ടു. എന്താ വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. അവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് മെല്ലെയാണ് നിന്ന് പോയത്. അതുകൊണ്ട് സൈഡിലെ വ്യൂ എല്ലാം കാണാൻ പറ്റി. നല്ല നല്ല ബ്ലോക്കുകൾ കെട്ടിയപ്പോൾ ഞാൻ മെല്ലെ വണ്ടി വരുണ്ണി കൈമാറി. ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ് ആയതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകാരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന കെട്ടിടങ്ങളിലാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനായാലും ശരിക്കും എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ഒരു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഷോപ്പിങ്ങിനായി മെല്ലെ നടന്നു. അവിടെ നോമ്പായതുകൊണ്ടും പിന്നെ എന്തോ കേസ് നടക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞേ, ശരിക്കും എനിക്കറിയില്ല. അതുകൊണ്ട് കച്ചവടക്കാർ വളരെ കുറവായിരുന്നു. 3 മാസമായിട്ട് ഇതേ അവസ്ഥ എന്നാണ് പറഞ്ഞു കേട്ടെ. നാട്ടിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ആടെ ചെറിയ പൈസക്ക് കണ്ടു. 200, 250 അങ്ങനെയെല്ലാം ആടെ ഉണ്ടായിനി. പക്ഷേ ഏച്ചിയെല്ലാം പറഞ്ഞത് ആടെ കുറേ കച്ചവടക്കാരുണ്ടാവും, ഇതിനെക്കാട്ടും നല്ല സാധനങ്ങളും പൈസ കുറവും എല്ലാം ഉണ്ടാവലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ 3 മാസമായിട്ട് ആടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അതൊരു നഷ്ടമായിട്ട് തോന്നി. ഇതുപോലെയുള്ള ഹോൾസെയിൽ ഷോപ്പെല്ലാം നല്ല പൈസയാണ്, 4000, 4500. പക്ഷെ അത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പം കുറയും. എങ്ങോട്ട് പോകണ്ടെന്നറിയില്ല, റോഡ് തെറ്റി ഗൈസ്. ഓരോ ഷോപ്പും നോക്കി നടന്ന് നമുക്ക് ലാസ്റ്റ് വഴി തെറ്റി. വഴി ഏതാണെന്ന് അറിയാണ്ട് കുറേ നേരം നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് നടന്നു. എന്നിട്ട് ലാസ്റ്റ് തിരിച്ച് നടക്കേണ്ട അവസ്ഥ വന്നിനി. ലാസ്റ്റ് നമ്മ നിന്ന സ്ഥലത്ത് എത്തുമ്പോൾക്ക് ഒരു വിധമായിനി. എന്നിട്ട് നമ്മ എന്താക്കി, ഐസ്ക്രീം തിന്നാൻ വേണ്ടിയിട്ട് കയറി. ഒരു ടേസ്റ്റും ഉണ്ടായിട്ടാട്ടാ. നമ്മളെ നാട്ടിൽ ഫലൂദ എത്ര ഭേദമാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഒരു മാതിരി ടോണിക്ക് കുടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അമ്മ ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ അത്ര തിരക്കുണ്ടാവില്ല പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു, അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിട്ട. എല്ലാവരും ഒരടക്കേണ്ട സമയമായതുകൊണ്ടായിരിക്കും തിരക്കെല്ലാം കുറവാണ്ടായിന്. അവിടെ ഷൂ, ചെരുപ്പ്, പാൻറ്, ഡ്രസ്സ് അങ്ങനത്തെ എല്ലാം കൂടുതലായിട്ട് ഉണ്ടായേ. അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങി ഫുള്ള് നടന്ന് കണ്ട് ലാസ്റ്റ് കാലൊക്കെ ഒരു പരിവാകുമ്പം നമ്മ പറഞ്ഞു എന്നാ വിട്ടാലോ. അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ച് നടന്ന് നമ്മ നേരെ പോയത് മറൈൻ ബീച്ചിലേക്കാണ്. അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ കളിച്ചു. പാർക്കിംഗ് കിട്ടാണ്ട് ഇപ്പുറ സൈഡ് നോക്കി കുറേ കളിച്ചു. ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നടന്നു. അവിടെ നല്ല വ്യൂ ആയിരുന്നു, നല്ല കാറ്റും
അതുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു ഒരു കേരള ഹോട്ടലിലേക്ക്. അങ്ങനെ ഹോട്ടലിലെത്തി. ഞാൻ ബിരിയാണിയാന്ന് പറഞ്ഞത്, വരും പൊറോട്ട, ഏട്ടനപ്പം, അങ്ങനെ ഏച്ചിയും ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. എന്ത് രസാലേ ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. നല്ല ബിൽഡിങ്ങിലൊക്കെ ലൈറ്റൊക്കെ വെച്ച്. ആ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനോ അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ വീട്ടിലെത്തി വെച്ച് ഞാനും മേടിച്ച സാധനങ്ങളെല്ലാം എടുത്ത് നോക്കി, എല്ലാം സെറ്റാക്കി കുളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.